യമനിലെ ഐക്യരാഷ്ട്ര സംഘടന ജീവനക്കാരായ 11 പേരെ ഹൂതി ഭരണകൂടം തടഞ്ഞുവെച്ചതായി റിപ്പോർട്ട്. UN ഓഫീസ് റെയ്ഡ് നടത്തിയാണ് ജീവനക്കാരെ തടഞ്ഞുവെച്ചത്. സനയിലും ഹുദൈദയിലും ഓഫീസുകളിലെ ജീവനക്കാരെയാണ് തടഞ്ഞുവെച്ചത്. തടഞ്ഞുവെച്ചവരെ ഉടൻ മോചിപ്പിക്കണമെന്ന് UN ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഐസൻ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. ഇന്നലെയാണ് അവിടെ ഹൂതി വിമതർ പിന്തുണയ്ക്കുന്ന അഹമ്മദ് അൽ റഹാവി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ മരണം സ്ഥിരീകരിച്ചത് യമൻ. അതിനു തൊട്ടു മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചത്. ഈ മരണം സംഭവിച്ചതിന് പിന്നാലെ, മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ യമൻ ഭരണകൂടം UN ഓഫീസ് റെയ്ഡ് ചെയ്യുകയായിരുന്നു. ഹുദൈദയിലെയും സനയിലെയും UN ഓഫീസുകളിൽ പരിശോധനയ്ക്കായി എത്തിയതിനു ശേഷമാണ് ഈ ജീവനക്കാരെ 11ഓളം ജീവനക്കാരെ തടഞ്ഞുവെച്ചത്. സ്വാഭാവികമായ നീക്കം നേരത്തെ 2001 മറ്റും 2021 നടന്നിട്ടുണ്ട്. വീണ്ടും ഇത് സമാനമായ നടപടി, അതായത് UN ജീവനക്കാരെ തടഞ്ഞു വെക്കുന്ന നീക്കം വീണ്ടും നടത്തിയിരിക്കുകയാണ്. അഹമ്മദ് അൽ റഹാവിയുടെ മരണത്തിന് ശേഷം ഒരു പ്രകോപനപരമായ രീതിയിലാണ് യുഎന്നിനോട് പെരുമാറുന്നത്. യമനിലെ UN ഓഫീസുകളോട് യമൻ പ്രതികരിക്കുന്നത് എന്ന നിലപാട് UN ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. UN ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് അറിയിച്ചിട്ടുള്ളത് ഉടൻ തന്നെ ഇവരുടെ മോചനം സാധ്യമാക്കണമെന്നാണ്. മോചനം സാധ്യമായില്ലെങ്കിൽ തുടർ സൈനിക നടപടിയിലേക്ക് നീങ്ങുമെന്ന സൂചനകളും മറ്റു ഇടങ്ങളിൽ നിന്നും അനൗദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 11 പേരെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഹുദൈദയിലെയും സനയിലെയും UN ഓഫീസുകളിൽ കാര്യമായ പരിശോധന നടത്താനുള്ള ഒരു നീക്കം തന്നെയായിരുന്നു രാവിലെ മുതൽ തന്നെ ഹൂതി ഭീകരർ നടത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹൂതി ഭീകരരുടെ മേഖലകളിലെ സജീവ സാന്നിധ്യമായിരിക്കുന്ന ചില UN സംവിധാനങ്ങൾക്ക് നേരെ തുടർച്ചയായി ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇന്നും തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടത് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് ഹൂതി ഭീകരർ നീങ്ങുകയും ഇത്തരത്തിലുള്ള UN ഓഫീസ് റെയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ UN ഓഫീസിലെ ജീവനക്കാരെ തടഞ്ഞു വെക്കുക തുടങ്ങിയ കടുത്ത നീക്കങ്ങൾ, അല്ലെങ്കിൽ തീർത്തും നിയമവിരുദ്ധവും ആഗോള ധാരണകൾക്ക് വിരുദ്ധവുമായ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. അനഘ. ശരി, ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.